നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാഗതം. ഓണം അടുത്തെത്തിക്കഴിഞ്ഞു. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകളും ഓണം ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഇന്ന് വന്നിരിക്കുകയാണ്. ഓഗസ്റ്റ് 19 മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ്. അതായത് നാളെ മുതലാണ് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത്. ഇതിനായി 1105 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വലിയ പ്രഖ്യാപനങ്ങൾക്കിടയിലും ലക്ഷക്കണക്കിന് ആളുകൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സർക്കാർ ഒരക്ഷരം പോലും മിണ്ടിയില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അതെ, പ്രവാസി പെൻഷൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓണം ആനുകൂല്യങ്ങളുടെ വിശദാംശങ്ങളും അതോടൊപ്പം എന്തുകൊണ്ടാണ് പ്രവാസി പെൻഷൻ ഇന്നും അവഗണിക്കപ്പെടുന്നത് എന്ന വലിയ ചോദ്യവുമാണ്. വീഡിയോ മുഴുവനായി കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ആദ്യം തന്നെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ച പ്രധാന തുകകളും ആനുകൂല്യങ്ങളും പരിശോധിക്കാം. ആദ്യം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഏതാണ്ട് 59 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്കായി 951 കോടിയിലധികം രൂപ സംസ്ഥാന വിഹിതമായി അനുവദിച്ചു. ക്ഷേമനിധി ബോർഡ് പെൻഷൻ 16 ക്ഷേമനിധി ബോർഡുകളിലെ 6.5 ലക്ഷത്തിലധികം ആളുകൾക്കായി 130 കോടിയോളം രൂപ നീക്കിവെച്ചു. ഇതിൽ പ്രവാസി പെൻഷൻ ബോർഡ് ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇടതുപക്ഷ ഗവൺമെന്റ് മറ്റ് ക്ഷേമ പെൻഷനുകളും ബോർഡ് പെൻഷനുകളും കൊടുക്കാതിരുന്നപ്പോഴും പ്രവാസി പെൻഷൻ കൊടുത്തിരുന്നു. മറ്റ് ആനുകൂല്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. സർക്കാർ ജീവനക്കാരുടെ ബോണസ്, ഉത്സവ ബത്ത, അധ്യാപകർക്കുള്ള ആനുകൂല്യങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ഓണം അലവൻസ്, സപ്ലൈകോ വഴി സബ്സിഡി സാധനങ്ങൾ എന്നിവയ്ക്കെല്ലാം സർക്കാർ ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും പെൻഷനും ആനുകൂല്യങ്ങളും സമയബന്ധിതമായി നൽകുന്നു എന്നത് അഭിനന്ദനാർഹമാണ്. എന്നാൽ ഈ പട്ടികയിൽ പെടാതെ പോയ ഒരു വലിയ വിഭാഗമുണ്ട്, നമ്മുടെ പ്രവാസികൾ. പ്രവാസി പെൻഷനർമാരുടെ നിരാശയും കടുത്ത യാഥാർത്ഥ്യവും എന്തേന്ന് നമുക്ക് നോക്കാം. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് നമ്മൾ എപ്പോഴും വിശേഷിപ്പിക്കുന്ന പ്രവാസികളുടെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് ഈ പ്രഖ്യാപനങ്ങളിലെ വൻ വിടവ് വ്യക്തമാകുന്നത്. ഇന്ന് ഏകദേശം 90,000 ആളുകളാണ് പ്രവാസി പെൻഷൻ കൈപ്പറ്റുന്നത്. അതോടൊപ്പം 6 ലക്ഷത്തിലധികം പേർ കൃത്യമായി അംശാദായം അടച്ച് പെൻഷനായി കാത്തിരിക്കുകയുമാണ്. പക്ഷെ ഈ വാർത്താ സമ്മേളനത്തിൽ പ്രവാസി പെൻഷന്റെ കുടിശ്ശിക തീർക്കുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ ഓണം പ്രമാണിച്ച് അവർക്കുള്ള ആനുകൂല്യങ്ങളെ കുറിച്ച് മുഖ്യമന്ത്രി ഒരു വാക്കുപോലും പറഞ്ഞില്ല. ഓണക്കാലത്ത് മറ്റു ബോർഡുകൾക്കും ക്ഷേമ പദ്ധതികൾക്കും ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുക്കുമ്പോൾ പ്രവാസികളുടെ പ്രതീക്ഷകൾ തല്ലിക്കെടുത്തുന്നത് ഒട്ടും ന്യായീകരിക്കാൻ കഴിയയില്ല. പ്രവാസികൾക്ക് അർഹമായത് കിട്ടാതിരുന്നാൽ മറ്റ് മേഖലകളിൽ എത്ര ആനുകൂല്യങ്ങൾ നൽകിയാലും അതിന് പൂർണ്ണമായ പ്രയോജനം ഉണ്ടാകുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പദ്ധതികളും രാഷ്ട്രീയവും. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട്. ഏതൊരു ഗവൺമെന്റ് ആയാലും പ്രവാസികൾക്കായി ഒരു ക്ഷേമ പദ്ധതി തുടങ്ങുമ്പോൾ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടോ നിരാശയോ ഉണ്ടാക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകരുത്. ഈ പദ്ധതി ഇടതുപക്ഷ ഗവൺമെന്റാണ് ആരംഭിച്ചത് എന്നത് സത്യമാണ്. എന്നാൽ അന്നത്തെ മുൻ പ്രതിപക്ഷവും ഇപ്പോഴത്തെ ഭരണപക്ഷവും ഈ പദ്ധതിയെ എതിർത്തിരുന്നില്ല. അതായത് പ്രവാസി ക്ഷേമം എന്നത് രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാവരും അംഗീകരിച്ച ഒന്നാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതിനോട് ഇത്രയും അവഗണന? മാധ്യമങ്ങൾ പോലും പലപ്പോഴും പ്രവാസി പെൻഷൻ കുടിശ്ശികയുടെ വിഷയം ഉയർത്തിക്കാട്ടാറുണ്ടെങ്കിലും അന്തിമമായി എല്ലാവരും ഒരുതരം മൗനം പാലിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. കൃത്യമായി അംശാദായം അടയ്ക്കുന്ന പ്രവാസികൾക്ക് അവരുടെ പെൻഷൻ അവകാശമാണ്, അല്ലാതെ ദാനമല്ല. നാടിന്റെ സമഗ്ര വികസനത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കും വിയർപ്പൊഴുക്കിയ പ്രവാസികളെ ഓണക്കാലത്ത് പോലും ഓർക്കാതിരിക്കുന്നത് കടുത്ത അനീതിയാണ്. സർക്കാരിന്റെ ധനസഹായങ്ങളും ഓണം ആനുകൂല്യങ്ങളും പ്രവാസി ക്ഷേമനിധി ബോർഡിലേക്ക് നീളണം. 6 ലക്ഷത്തോളം വരുന്ന അംശാദായക്കാരുടെയും 90,000 പെൻഷനർമാരുടെയും കണ്ണീരൊപ്പാൻ അടിയന്തര നടപടി ഉണ്ടാകേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രവാസി പെൻഷൻ കുടിശ്ശിക ഉടൻ തീർപ്പാക്കേണ്ടതല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്ത് അർഹരായവരിലേക്ക് എത്തിക്കുക. മറ്റൊരു പ്രധാന വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.